അവിശ്വാസത്തിന്റെ തിമിരം ബാധിച്ച സമരിയായിൽ സത്യദൈവത്തിന് സാക്ഷ്യം നൽകാൻ ഇതാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്യദൈവാരാധന എത്ര വലിയ മാരക പാപമാണെന്ന് തിരിച്ചറിയുവിൻ. ബാൽദേവനെതിരെ ശബ്ദമുയർന്നത് കണ്ടില്ലേ? നീ ആരാണ്? ഞാൻ ഏലിയ, സത്യദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഏലിയ പ്രവാചകൻ. സമരിയാദിവാസികളെ, സമരിയായുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സമരിയായുടെ ഗോതമ്പ് വയലുകൾ നമ്മെ മാടി വിളിക്കുന്നു. സമരിയാക്കിന്ന് വിളവെടുപ്പ് മഹോത്സവം. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. ബാൽദേവന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായിരുന്നു. പ്രഭോ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വർഷാരംഭത്തിൽ തന്നെ ബാൽദേവനുള്ള നവദിന പൂജകൾ ആരംഭിക്കണമെന്ന്. നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ പിന്നെ ബാൽദേവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒബാദിയ, ഇന്നു തന്നെ ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ചു വിളിപ്പിക്കണം. പ്രഭോ, ഈസബൽ രാജ്ഞി. ജ്യോതി ശർമ്മ, അവരെ കൊണ്ടുവാ. ഞാൻ പറഞ്ഞില്ലേ ഇവർ മതപരിവർത്തനം നടത്താൻ വന്നവരാണെന്ന്. പറയടി, പറയാൻ. ഇതുവരെ നീ ഞങ്ങളുടെ എത്ര ആളുകളെ മതം മാറ്റി? സത്യം പറഞ്ഞേക്കണം. മന്ത്രക്കോലിന്റെ മണിയടി ശബ്ദം, പൂജാധൂമത്തിന്റെ ഗന്ധം. ഞങ്ങൾ പറഞ്ഞതുപോലെ പോലീസിനോട് പറയണം. മനസ്സിലായില്ല? ഇല്ല, ഞങ്ങൾ കള്ളം പറയില്ല. നീ പറയും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് എഴുതി ചേർത്ത് കൊണ്ടുപോയി ഇടടോ. ഇവർ ഇനി പുറം ലോകം കാണരുത്. अभी आपके बाप लोग आएंगे आप लोगों को छुड़ाने. यहाँ जो छत्तीसगढ़ में है ना, उन लोग आएंगे भाई. ബാലിനെതിരെയും സമരിയായുടെ അധികാരി അങ്ങേക്കെതിരെയും സംസാരിച്ച ആ വ്യാജ പ്രവാചകന്റെ നാവ് എനിക്ക് വേണം. ബാലിന്റെ പ്രവാചക ഗണങ്ങൾ ദിക്ക് നോക്കി പ്രവചിക്കട്ടെ. നാല് ദിക്കിന്റെയും 7 കടലിന്റെയും അധിപനായ ബെൽസബൂൽ, ഞങ്ങളുടെ കറുത്ത ധൂമങ്ങൾ അങ്ങയുടെ നാസികയിലേക്ക് ഇരച്ചു കയറട്ടെ. 4 ദിക്കുകളും നോക്കി ബാലിന്റെ നാമത്തിൽ നാം ആണയിട്ട് പറയുന്നു, വരും വർഷവും സമരിയായ്ക്ക് സമൃദ്ധിയുടെ കാലമായിരിക്കും. ഹേയ് വ്യാജ പ്രവാചകന്മാരെ, നിങ്ങളുടെ മന്ത്രങ്ങൾ കേൾക്കാൻ ബാലിന് കാതുകളില്ല. നിങ്ങളുടെ ധൂമങ്ങൾ ശ്വസിക്കാൻ ബാലിന് നാസികയില്ല. ബാൽ കേവലം ഒരു കരിങ്കൽ പ്രതിഭയാണ്. ബാലിനെതിരെ സംസാരിക്കാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഇവന്റെ നാവ് പിഴുത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏലിയ പ്രവചിക്കുന്നു, വരും വർഷം സമരിയായിക്ക് മഴ ലഭിക്കില്ല. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാടുകടത്തപ്പെടും. പ്രഭു, ഇവൻ നാടിനാപത്താണ്. ഉടനടി പ്രതിവിധി വേണം. ബാലിനെതിരെയും രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏലിയായെ പിടിച്ചുകെട്ടി വിചാരണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നു. ഇന്നു മുതൽ നവദിനരാത്രങ്ങൾ ബാലിന്റെ 450 പ്രവാചകന്മാരും സമരിയായിൽ കടുത്ത പൂജാകർമ്മങ്ങളിലായിരിക്കും.
ബാലിനാണോ ഏലിയായുടെ ദൈവത്തിനാണോ ശക്തിയെന്ന് നമുക്ക് കാണാം. ദൈവത്തിന്റെ പ്രവാചകൻ ഏലിയായുടെ പ്രവചനം. കത്തിജ്വലിക്കുന്ന വേനലായി സമരിയായിൽ ആഞ്ഞുവീശി. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ജന്തുജീവജാലങ്ങൾ ചത്തൊടുങ്ങി. സമരിയായിലെ ജനം രാജാവായ ആഹാബിനെതിരെയും ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെയും പഴിചാരി. എന്റെ മക്കൾ ദാഹജലം കിട്ടാതെ മരിച്ചു. ബാൽ, ഞങ്ങളുടെ ദുരിതങ്ങൾ കാണുവാൻ നിനക്ക് കണ്ണുകളില്ലേ? നമുക്ക് ജീവൻ നിലനിർത്താൻ ഈ ശവങ്ങൾ കീറിഭക്ഷിക്കാം. എന്റെ ഉറ്റവരെയും ഉടയവരെയും ഭക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഇതിലും ഭേദം നമുക്കൊരുമിച്ച് മരിക്കാം. ോളം 40 ദിനമതുയാനം ചെയ്യുവാൻ കനലടരണ്ടും ജലവും ദൂതൻ നൽകിയവനായി ഹോറേ പർവതമുകളിൽ പാർത്ത ഏലിയായ്ക്കായി മൃദുസ്വരമായൊരു കാറ്റിൽ ദൈവം കാണപ്പെട്ടു. സമരിയ, നീ ഒരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു. എവിടെ ബാലിന്റെ പ്രവാചക ഗണങ്ങൾ? എവിടെ? പ്രഭു, ഈ ദുരിതങ്ങൾക്ക് ബാലും ബാലിന്റെ പ്രവാചക ഗണങ്ങളും എന്ത് വിളിച്ചു? നിർത്ത്! നാടിന് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയല്ലേ ഞാൻ സമരിയായിൽ ക്ഷേത്രം പണി കഴിപ്പിച്ചത്? ഇങ്ങനെ പോയാൽ ഞാൻ പ്രജകളില്ലാത്ത മരുഭൂമിയുടെ അധിപനാകും. പ്രതിവിധി എനിക്കറിയാം. ഇത് ഏലിയായുടെ ശാപമാണ്. ദൈവമേ, എന്റെ വാക്കുകൾ അങ്ങ് പ്രവൃത്തി കൊണ്ട് സ്ഥിരീകരിച്ചു. ഏലിയ, അങ്ങയുടെ ശാപമാണ് സമരിയായിക്ക് ഈ ഗതി വരുത്തിയത്. സമരിയായെ രക്ഷിക്കാൻ ഈ ഞാൻ എന്തു ചെയ്യണം? അന്യദേവാരാധന ഉപേക്ഷിക്കാതെ സമരിയായിക്ക് മഴ ലഭിക്കില്ല. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടുക. ഇസബൽ തീറ്റിപ്പോറ്റുന്ന 450 പ്രവാചകന്മാരെയും. കാർമൽ മലയിൽ എന്ത് ഇന്ദ്രജാലം കാണിക്കാനാ ഏലിയായുടെ പുറപ്പാട്? ഞങ്ങൾ ഇന്നലെ വരെ അർപ്പിച്ച കുരുതികളുടെയും നവദിന പൂജകളുടെയും യോഗ്യതയാൽ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഒരു ദേശത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും. ഇസ്രായേലിന്റെ ദൈവം ഏലിയായുടെ ദൈവമായ കർത്താവാണ്. സത്യദൈവം ബലിവസ്തുവിനെ സ്വീകരിച്ചു. ബാലിന്റെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കണം. അവന്റെ പ്രവാചകഗണത്തെ പിടിച്ച് നാടുകടത്തണം. ഹേ സമരിയ, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ നിന്നെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ സ്വർഗീയ മഴ സമരിയായിലെ അന്ധവിശ്വാസത്തിന്റെ കറകൾ കഴുകി വെളുപ്പിക്കട്ടെ.
ലോകസൗഖ്യമെന്തോ തരും ആത്മക്ലേശമതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധി